പോവാനായിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നലെ പാലുകാച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് പുതിയൊരു വ്ളോഗാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ, പേഴ്സണലായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. പേഴ്സണലായിട്ടുള്ള സാധനം മേടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ തലയിൽ താരനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് താരനെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, നല്ല കുറവുണ്ട്. അതെങ്ങനെയാണ് മാറിയെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൊല്ലത്ത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ എഴുതി തന്ന ആ ഒരു ഓയിലും ടാബ്ലറ്റും ഒക്കെ കഴിച്ചാണ് എനിക്ക് ആ താരന് ശേഷം മാറി കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ടാബ്ലറ്റ് കഴിക്കണ്ട, ഇപ്പോൾ ഓയിൽ മാത്രം ഡെയിലി യൂസ് ചെയ്ത് കുളിച്ചാൽ മതി. അപ്പോൾ എനിക്ക് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ പോയി ഓയിൽ മേടിക്കണം. പിന്നെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ തീർന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ പുറത്തോട്ട് പോകണം. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ അടുക്കളയിൽ കുക്കിംഗ് പരിപാടിയൊക്കെ തീർക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ബ്ലോഗിനകത്ത് ഉൾപ്പെടുത്തുന്നത്, നമ്മുടെ ഡെയിലി റുട്ടീനായിട്ടുള്ള കാര്യങ്ങളെ. രാവിലെ അമ്മ കറിക്കുള്ള സാധനങ്ങൾ അരിഞ്ഞു തരുവാണേ. അപ്പോൾ നമ്മളിന്ന് ഉരുളൻ കിഴങ്ങും സവാളയും തക്കാളിയും ഇട്ട് ഒരു കറിയാണ് വെക്കാൻ പോകുന്നത്, അല്ലേ അമ്മേ? എന്തുവാണ് ഇന്നത്തെ കറി? ഇതൊക്കെ ഇട്ടൊരു കറി അങ്ങ് വെക്കും. ഇന്നലെ നമ്മളെ പാലുകാച്ചിയ വീടാണ് കേട്ടോ, രാവിലത്തെ കാഴ്ചയാണ് അവിടുത്തെ. പിന്നെ ഇന്നലെ കുറേ തുണി ഉണ്ടായിരുന്നു എനിക്ക് കഴുകിയിടാൻ കേട്ടോ. അതുകൊണ്ട് എല്ലാം അങ്ങ് അറ്റം വരെ തുണി ഞാൻ കഴുകിയിട്ടേക്ക്. ഡെയിലി ഉള്ള കാഴ്ചയാണ്, അത് നിങ്ങളെ മിസ് ചെയ്യിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. സവാള, ഉരുളൻകിഴങ്ങ്, തക്കാളി, ഇത്രയും സാധനങ്ങൾ മാത്രം മതിയേ. ഇത്രയും അമ്മയാണ് അരിഞ്ഞു തന്നത്. ഇനി നമുക്ക് കറി വെക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ആ പൊട്ടാൻ ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിട്ടെ സവാള ഇട്ട് കൊടുക്കുകയാണേ. സവാള മൊത്തം ഇട്ടിട്ട് കാണിക്കാം. നമ്മൾ സവാളയും തക്കാളി ഉരുളൻകിഴങ്ങും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു വേവ് അങ്ങ് കിട്ടും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പലതിനും പല വേവാവും, ഇതൊരു വേവ് കിട്ടും. ഇനി എല്ലാം ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പൂടെ വിതറിയിട്ടുണ്ട്. ഇനി ഇവന്മാരെ നല്ല രീതിയിലൊന്ന് ഇളക്കുക, യോജിപ്പിക്കുക. എടുത്ത അങ്കമണിയേ നിനക്ക് എന്താ ഇത്ര കുരുത്തക്കേട്? കണ്ടോ കൂട്ടുകാരെ, തങ്കമണിയെ ഞാൻ കുറച്ച് വഴക്കുകൾ പറഞ്ഞു തന്നെയാണ് അവളവിടെ കിടത്തിയേക്കുന്നത്. അതിൻ്റെ ഒരു ദേഷ്യം അവിടെ ആ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തങ്കു, എന്താണ് ഇത്ര ദേഷ്യം നിനക്ക്? വഴക്ക് പറഞ്ഞോണ്ടാണോ? വഴക്ക് പറഞ്ഞോണ്ടോടെ മാറി കിടക്കും കേട്ടോ, അല്ലെ സ്റ്റെപ്പിലോട്ട് കയറി ഇനി വരും. എനിക്ക് അധികം പൂച്ചയൊന്നും അധികം അടുപ്പിക്കുന്ന ഇഷ്ടമല്ല, പിന്നെ സ്നേഹിക്കുന്ന ഇഷ്ടമാണ്. പക്ഷെ എന്താ പറയാ, അധികം ഒരു എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കറി അവിടെ വേറുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ പാത്രങ്ങളും കൂടെ കഴുകി അങ്ങ് ഒതുക്കാം. കറി വെന്തതിന് ശേഷം പിന്നെ പാത്രം കഴുകുമെന്ന് പറഞ്ഞു പോയതിനാ അതൊന്നും എനിക്കിഷ്ടമല്ല. നമ്മൾ എപ്പോഴും കൂട്ടുകാരും നമ്മുടെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിക്ക് തന്നെ ഇട്ടേക്കണം കേട്ടോ. എന്താണെന്ന് ചോദിച്ചാല്, ഒരാള് നമ്മുടെ വീട്ടിൽ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓടിപ്പോയി വൃത്തിയാക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുതേ. നമ്മൾ എപ്പോഴും വൃത്തിയായിട്ടിരുന്ന നമുക്ക് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ പോലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് വൃത്തിയുണ്ടെന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. പിന്നെ പിള്ളേരൊക്കെയുള്ള വീടാണെങ്കിലും വൃത്തിയാക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നമുക്ക് അമ്മമാർക്ക് കുറച്ച് മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. മടിയൊക്കെ മാറ്റി വെക്കുമ്പോൾ തന്നെ നമുക്ക് വൃത്തിയാക്കാനൊക്കെ പറ്റും. അയ്യോ അതൊക്കെ എങ്ങനെയാണ് ചോദിക്കും. അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് നമുക്കറിയാം. കാരണം പിള്ളേരുള്ള വീടൊക്കെ ഒരുപാട് എനിക്കറിയാം. എൻ്റെ ഒരുപാട് റിലേറ്റീവ്സിന്റെ അച്ഛൻ്റെ ഫാമിലിയിൽ ആൾക്കാരുടെ വീടൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ചേച്ചിമാരൊക്കെ ആയാലും എന്ത് നീറ്റായിട്ട് ഇടുന്നറിയോ. ഒരു ചേച്ചിക്ക് 3 പിള്ളേരാണ് ഉള്ളത്. 3 എന്ന് പറഞ്ഞാൽ ഇരട്ടകളാണ്. ഇരട്ടകളായ 3 പിള്ളേരെയും ചേച്ചി ഒരേപോലെയാണ് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ വീടും വൃത്തിയും എല്ലാം. അപ്പൊ അത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കാര്യം കേട്ടോ. ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യങ്ങളൊന്നും അല്ല. വൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനാലുള്ളതാണ്. വാഷ് ബേസിന്റെ ഏരിയ, ഡൈനിങ് ഏരിയ, ബാത്റൂം, അങ്ങനെ കിച്ചൺ, ഓരോ ഏരിയകളും നമ്മൾ പ്രത്യേകം തന്നെ വൃത്തിയാക്കി എപ്പോഴും ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളതേ കറി നോക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. കറി നോക്കാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങും പിന്നെ തക്കാളി, സവാള എല്ലാം
ഒരു രീതിക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇവന്മാർ ഒന്നും കൂടെ ഒന്ന് വാഴണം. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാൻ പോയിട്ടാണ്. കണ്ടായിരുന്നല്ലോ നിങ്ങൾ പൊടി എടുത്തത്. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ മാത്രമേ ഉള്ളൂ. പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചേർക്കാം കേട്ടോ. ഈ നമ്മൾ ഏത് പൊടിയായാലും കറിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ച മണം മാറി കിട്ടണം കേട്ടോ. അതായത് പൊടിയൊന്ന് മൂത്ത് കിട്ടണം. എന്നാൽ പൊടി കരിഞ്ഞു പോയാലും പാടില്ല കേട്ടോ. മൂക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി കരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഏത് ജോലി ചെയ്യുമ്പോഴും കൂട്ടുകാരെ നമ്മളത് ആസ്വദിച്ച് നമുക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ചെയ്താൽ ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടേ അല്ല. ഒരു ജോലികളൊന്നും തന്നെ ഏത് ജോലികൾ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ആസ്വദിച്ച് ചെയ്യാൻ പഠിക്കണം. ആദ്യം പുളിയുടെ വെള്ളം കേട്ടോ. പുളി വെള്ളം പിഴിഞ്ഞ് വെച്ചിരുന്നതാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു ശകലം ആ ഒരു പുളിയുടെ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് വേവണം. കറി ഇളക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചട്ടിയുടെ ഈ സൈഡ് ചേർത്ത് വേണം ഇളക്കേണ്ടത് കേട്ടോ. ഞാൻ ഈ പറയുന്ന പറഞ്ഞ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ കൂടിയും ഞാൻ പറയുന്ന ഒരു കാര്യം അവർക്ക് മനസ്സിലായാൽ അതെനിക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും. അതിനെനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇരിക്കുകയാണ് കേട്ടോ, വേവണം. ആ നേരത്തിൽ ഞാൻ വാഷ് ബേസിൻ കഴിയാൻ വന്നേക്കാണ്. കിച്ചൺ ഡ്യൂട്ടിക്കിടെ ഈ പണിയെല്ലാം കൂടെ നടക്കും കേട്ടോ. ഡൈനിങ് ടേബിൾ എല്ലാം പിന്നെ രാവിലെ ഫുഡ് കഴിക്കുമ്പോഴേ തുടച്ചിട്ടുണ്ട്. ഇനി അടുത്ത വാഷ് ബേസിൻ കഴുകാൻ പോവാണ്. വാഷ് ബേസിൻ എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ എല്ലാ ദിവസവും കഴുകേണ്ട ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ ബാത്റൂം എല്ലാ ദിവസവും നമ്മൾ കഴുകണം. വാഷ് ബേസിൻ എല്ലാ ദിവസവും നമ്മൾ കഴുകേണ്ട ഒരു കാര്യം കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ അണുക്കളാണല്ലോ. നമ്മൾ ഈ ഓരോ വട്ടം കഴുകുമ്പോഴെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം വീട്ടിലൊരു വാഷ് ബേസിൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് കഴുകണം. നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞാല് എൻ്റെ അച്ചാച്ചനായാലും അച്ചാമ്മയായാലും അച്ഛനൊക്കെ ആയാലും ഒരു കാര്യം എടുത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചില്ല ആ സ്പോട്ട് തന്നെ അടിക്കും. എത്ര ജനങ്ങൾക്കിടയിലായാലും അവിടെ ഇട്ട് തന്നെ അടിക്കും കേട്ടോ. അപ്പൊ എന്നെ നല്ല രീതിയിലാണ് അവരെ അടിച്ച് വൃത്തി പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇന്നും ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ വീട്ടിൽ വരുന്ന പല ആൾക്കാരും പറയാറുണ്ട്, അയ്യോ എന്ത് വൃത്തിയായിട്ട് ഇട്ടേക്കുന്നത്, മനോഹരമായിട്ട് ഇട്ടേക്കുന്നത് പണ്ട് മുതലേ പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ സന്തോഷമുണ്ട്. അത് മാത്രമല്ല നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് വീടിനകത്ത്. അതിന് ഡയലോഗ് അടിക്കുന്നില്ല. വാഷ് ബേസിൻ കഴിയട്ടെ. വൃത്തിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഓരോ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈയാണെങ്കിൽ കുരു ചെയ്തോളാൻ വയ്യാത്ത വെപ്രാളത്തിൽ. പക്ഷെ ചില ആൾക്കാർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ചെയ്താൽ. അതുകൊണ്ട് നമ്മളത് ചെയ്യാനും പറ്റില്ല. കാണാത്ത മട്ടില് അങ്ങനെ നിൽക്കില്ല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നമുക്ക് തിരിച്ചു വന്നോളാൻ വയ്യാത്തൊരു വെപ്രാളമായിരിക്കും. നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെക്കാവുള്ളൂ കേട്ടോ. വേണ്ടാത്ത ഒരു സാധനങ്ങൾ ബെഡ്റൂമിൽ വെക്കരുത്. സെന്റിമെന്റ്സ് വിചാരിച്ച് വെക്കരുത്. കത്തിച്ച് കളയേണ്ടൊക്കെയാണ് കത്തിച്ച് കളയുക. ബെഡ്റൂമൊക്കെ എപ്പോഴും കട്ടില്, അലമാരി അങ്ങനെ മാത്രം ഇടാൻ ശ്രമിക്കണം. ഉള്ള ആക്രസാധനം എല്ലാം കൂടെ നമ്മൾ ബെഡ്റൂമിൽ വെക്കരുത്. നമ്മുടെ വാഷ് ബേസിൻ കഴുകുക എന്നുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ട് നമ്മുടെ വാഷ് ബേസിന് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ജോലിയിലേക്ക് പോവാം. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ കറി വെച്ച് ഇറക്കി കേട്ടോ കൂട്ടുകാരെ. അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അടുപ്പ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. പുക പറക്കുന്നത് നോക്കണ്ട, അടുപ്പ് ചൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് പുക പറക്കുന്നത്. അതാണ് അങ്ങനെയൊക്കെ. അയ്യോ, അങ്ങനെ കൂട്ടുകാരെ കണ്ട് നമ്മുടെ കറി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ തയ്യാറായിട്ടുണ്ട്. അത് കഴിഞ്ഞാണ്ട് നമ്മുടെ ഗ്യാസ് അടുപ്പ് കൂട്ടന്മാരെയൊക്കെ നല്ല കുളിപ്പിച്ച് സുന്ദരന്മാരാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പോവാനായിട്ട് ഒരുങ്ങാൻ പോവുക. കൂട്ടുകാരെ, എൻ്റെ തങ്കമണി മോളുടെ ഉറക്കം നിങ്ങളത് കാണണം. എന്ത് അടിപൊളിയായിട്ട് ഈ സുന്ദരിക്കുട്ടിയുടെ കിടത്തയൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. നമ്മൾ പോലും ഇത്രയും അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങത്തില്ല. ഓ, സൂപ്പർ ഉറക്കവാ. അങ്ങനെ അടുക്കള ജോലി എല്ലാം തീർത്തു. ഇനി പുറത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങാൻ പോവാണേ. ഫസ്റ്റ് മുടി കെട്ടുന്ന സെക്ഷൻ. ഞാൻ ഒരുങ്ങിയിട്ട് കാണിക്കാവേ കൂട്ടുകാരെ. പോവാനായിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അച്ചായി അമ്പലത്തിൽ നിന്നൊന്ന് വരുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് സമയം കൃത്യം 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ചായി വന്നിട്ട് നമ്മളിനി പുറത്തോട്ട് പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളോടെ കാണാവേ. അങ്ങനെ അച്ചായി ഇതേ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹായ് കോട് അച്ചായി. ഇങ്ങോട്ട് നോക്കി ഹായ് കോട്. അച്ചായി വന്നിട്ടുണ്ട്. ഞങ്ങൾ കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം എങ്ങോട്ടാ പോകുന്നത്? കോട്ടയ്ക്കൽ പോവാം.
ഞങ്ങൾ ആദ്യം കോട്ടയ്ക്കൽ ആയുർവൈദ്യശാലയിൽ പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ തെങ്ങയ്യത്ത് അമ്പലം. അങ്ങനെ തെങ്ങീത്ത് അമ്പലം എല്ലാം കഴിഞ്ഞാണ്ട് നമ്മൾ നമ്മുടെ ഇഞ്ചക്കൽ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വലിയൊരു തണൽ തരുന്ന വലിയൊരു ആൽമരം ഉണ്ടായിരുന്നേ, അതെല്ലാം മുറിച്ച് കളഞ്ഞ്. പിന്നെ റോഡാണെങ്കിൽ റോഡിൻ്റെ താറിങ്ങും പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ റോഡും കുത്തി ഇളക്കി ഇട്ടേക്കുന്നൊരു പരുവത്തില്ല കേട്ടോ, കണ്ടില്ലേ. അതുകൊണ്ട് വണ്ടിയൊക്കെ പോകാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചിന്നക്കടയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആര്യവൈദ്യശാല എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ വണ്ടികൾ പോകുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നേരിട്ട് അവിടെ ബില്ലടച്ചിട്ട് മരുന്ന് മേടിച്ചാൽ മതിയാണേ. നമ്മൾ ആദ്യം അവിടെ മരുന്ന് മേടിക്കണേ, ബില്ലടയ്ക്കണേ. ബില്ലടച്ചിട്ട് വേണം ആ ബില്ല് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ ഫാർമസി കാണിക്കുമ്പോഴാണ് നമുക്കവർ മരുന്നും കാര്യങ്ങളൊക്കെ തരുന്നത്. ഇനി എനിക്ക് സൺസ്ക്രീൻ മേടിക്കണമായിരുന്നേ. അപ്പോൾ അത് മേടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ചിന്നക്കടയിൽ തന്നെ ഉള്ള അയ്യപ്പയിലാണ് വന്നേക്കുന്നത്. അയ്യപ്പയിലാണെങ്കിൽ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല, എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ കേട്ടോ. ബുക്കും അതും ഇതും എല്ലാം ഉണ്ട്. ബുക്കിനാണെങ്കിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ അയ്യപ്പയിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് വേണ്ട സൺസ്ക്രീനാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് അതില്ല. ഞാനൊരു 2-3 കടയിൽ നിന്ന് നോക്കി, അവിടെയും ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വേറെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന അല്ലാതെ വേറെ ഒരെണ്ണം യൂസ് ചെയ്താൽ ശരിയാവത്തില്ല. പിന്നെ എപ്പോഴും വരുന്ന എനിക്ക് എടുത്തു വരുന്നൊരു കൊച്ചുണ്ടായിരുന്നു, എപ്പോൾ വന്നാലും. ആ കൊച്ചിന്ന് അവിടെ ലീവായിരുന്നു കേട്ടോ. ഇനി അതല്ല കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പുളിമൂട്ടിൽ സിൽക്സിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് എന്തിനാന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ഡെയിലി മേടിക്കുന്ന കുറച്ച് മരുന്നുകളുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് മേടിക്കാൻ വന്നതാണ്. പിന്നെ നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ, അവിടെ വന്നിട്ടുണ്ട്, അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക്. അവിടെ വന്ന് എന്തിനാന്ന് ചോദിച്ചാൽ എന്താണ് അവിടെ നിന്ന് എനിക്ക് സൺസ്ക്രീൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് അവിടെയും വന്നത് കേട്ടോ. ബട്ട് അവിടെയും ഇല്ല. അവിടെ അവർ പറയുന്ന ഈ ഒരു സംഭവം ഇല്ല കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെയിലി, പക്ഷേ അതില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം അവിടെ നിന്നെല്ലാം കറങ്ങി ഞങ്ങൾ കണ്ട അച്ചായിയുടെ അമ്പലത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അമ്പലത്തിന് ഓപ്പോസിറ്റാണ് കേട്ടോ ഈ തേങ്ങാക്കട. എന്തിനാണെന്ന് വെച്ചാൽ തേങ്ങ മേടിക്കാൻ വന്നത് കേട്ടോ. അവർ നമുക്ക് മൊത്തത്തിൽ തൊണ്ടോടുള്ള തേങ്ങയാണെങ്കിൽ അങ്ങനെയും തരും, അല്ലെങ്കിൽ ഇങ്ങനെ പൊതിച്ച തേങ്ങയാണെങ്കിൽ അതും തരും കേട്ടോ. പൊതിച്ച തേങ്ങയാണ് നമ്മൾ തൂക്കി മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ അച്ചായിയുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ചേച്ചിയുടെ ഈ ലോട്ടറി കട കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൊച്ചമ്മനാട അമ്പലത്തിൻ്റെ അതുവഴി പോവുകയാണ്, ചേച്ചിയുടെ എന്തൊരു ലോട്ടറിയൊക്കെ എടുക്കണം കേട്ടോ. നല്ല സ്നേഹമുള്ള ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി പറയും ഈ പെണ്ണിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേക്ക് വരുന്നതാണ് പരിപാടി. ഞാനും അച്ചായും കൂടെ പുറത്തു പോയി വേണ്ട സാധനങ്ങളും കാര്യങ്ങളും എല്ലാം മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള ഡെയിലി വീഡിയോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.